ഹലോ എവരി വൺ. +2 അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്ററിൽ സാധാരണ ചോദിക്കാവുന്ന അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് 2010 മുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. നമുക്കിത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടി ആൻസർ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം, അതല്ലെങ്കിൽ കേട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐറ്റം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരാത്ത ഐറ്റം, നോട്ട് ആൻ ഐറ്റം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റമാണ് നെറ്റ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ സാധാരണ എഴുതുന്ന ഐറ്റംസ്. നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി പെയ്ഡ് ടു പാർട്ട്ണർ, ഇൻട്രസ്റ്റ് അലൗഡ് ടു പാർട്ട്നേഴ്സ്, ലോൺ, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് അലൗഡ് ടു പാർട്ട്നേഴ്സ് ലോൺ. ഇത് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. വേറൊരു വർഷം അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് റീസൺ. ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത്, അതിൻ്റെ കാരണം കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്ണർ, ബോണസ് ടു പാർട്ട്ണർ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫൈൻഡ് ദി ഓഡ് വൺ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരാത്ത ഐറ്റം അതാണ് ഇവിടെ. ബാക്കിയെല്ലാം നമ്മൾ അതിൽ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്ണർ, ബോണസ് ടു പാർട്ട്ണർ. ഇതെന്ത് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. ഇത് ഓഡ് വൺ ആവാനുള്ള കാരണം ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്? ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറുകൾ തന്നിരിക്കുന്നു നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതല്ല ആൻസർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിലെഴുതുന്നത് ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നാലാണ് അതിൽ വരും. ദെൻ പിന്നെയുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ കറൻറ്റ് അക്കൗണ്ട്. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ എഴുതുള്ളൂ. സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് ടു പാർട്ട്ണർ ഇതെല്ലാം എഴുതുന്നത് എവിടെയാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ്. ഇനി ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an element of reconstitution of partnership? റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരാത്തത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ മാറ്റം വരിക. ബിസിനസ് അവസാനിക്കുന്നില്ല, റീകോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ മാറ്റം വരിക. അതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത്. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അമാൽഗമേഷൻ, ഇതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. ഇതിൽ വരാത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയെല്ലാം എഗ്രിമെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. പുതിയൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ കണ്ടിന്യൂ ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2013 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പാർട്ട്നേഴ്സ് സാലറി ഈസ്
ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. പാർട്ട്ണറുടെ സാലറി ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് പാർട്ട്നേഴ്സ് സാലറി ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെൻറ്റ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി ഡാഷ് റേഷ്യോ. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞില്ല എങ്കിൽ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. 2 പോയിൻ്റ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ്, അതായത് ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്, വാട്ട് വിൽ ബി ദി അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ 2 പോയിൻ്റ് നമുക്കുള്ളത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്, അതായത് 1:1 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. ഈ 2 പോയിൻ്റാണ് അവിടെ വരെ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ആൻസർ ഈക്വൽ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റഡ് എന്ന വേർഡ് നോട്ട് ചെയ്യണം. ഡെബിറ്റഡ് ഇൻ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിറോസ് ആൻഡ് ഷാഹിൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദി ഫേം ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ട്ണർഷിപ്പ് ഡീഡ്. സ്പെസിഫൈ ഹൗ ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ ട്രീറ്റഡ്. അപ്പോൾ ഫിറോസും ഷാഹിനും പാർട്ട്നേഴ്സാണ്, അവർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് താഴെ പറയുന്ന സിറ്റുവേഷൻസ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എങ്കിൽ നോക്കുക, ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലാണ്, അതായത് 1:1. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് ടു ഫേം. ഫിറോസ് ഫേമിന് കൊടുത്തിരിക്കുന്ന അഡ്വാൻസിന്, ആ ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 6% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 4 items to be credited to partners current account when capitals are fixed. ഇപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഔട്ട് എനി 4 items, 4 items എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസറുകൾ നോക്കുക. ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക? കമ്മീഷൻ വരും. അപ്പോൾ പാർട്ട്ണറുടെ കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ എഴുതണം, സാലറി എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം. പിന്നെ നമുക്ക് ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ക്രെഡിറ്റ് സൈഡിൽ വരും. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ ആകുമ്പോൾ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് ബാലൻസ് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, അത് ഓർത്തിരുന്നോളണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി നെയിം ഓഫ് അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദി പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് കാണിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണിത്. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, നൺ ഓഫ് ദീസ്. ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, നിങ്ങൾ ഓർത്താൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന അക്കൗണ്ടാണിത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഫേം ഇൻകേഴ്സ് എ ലോസ് ഓഫ് ₹28,000 ഡ്യൂറിംഗ് ദി ഇയർ 2018-19, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് അഡ്മിസിബിൾ ടു പാർട്ട്നേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഇയർ. അപ്പോൾ ഇതിലേതാണ് അഡ്മിസിബിൾ ആയിട്ടുള്ളത്? അതായത് നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യം, ഫേം ഇൻകേഴ്സ് എ ലോസ്,
ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോസ് സംഭവിച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പോൾ ഫേമിന് ലോസ് ആയതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. ബാക്കിയെല്ലാം ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അലൗ ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണറുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ ബിസിനസ്സിൻ്റെ അസറ്റ്സ് പോരാ എങ്കിൽ, അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി കൊടുത്ത് തീർക്കാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്ണർ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു തീർക്കണം. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ എത്രയാണ്? 2 ആണ്. 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്, അതായത് 2 പേര് ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്തു, അതിലൊരാൾ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ബിസിനസ്? അതെന്തായിട്ട് മാറും? അതൊരു സോൾ ട്രേഡിംഗ് കൺസേൺ ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഡാഷ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞില്ല എങ്കിൽ പാർട്ട്നേഴ്സിന് കിട്ടാൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള, കിട്ടാൻ അർഹതപ്പെട്ട എമൗണ്ട് താഴെ പറയുന്നതിൽ ഏതാണ്? നോക്കാം നമുക്ക്. സാലറി, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അറ്റ് ദി റേറ്റ് ഓഫ് 6% പെർ ആനം, കമ്മീഷൻ. അപ്പോൾ ഇതിലേതാണ് ആൻസർ? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അറ്റ് 6%. പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്? ഈക്വലി ആണ്. ഇതിൽ നമ്മളോട് പറഞ്ഞത് എന്താ? ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ. അതല്ല, ഈക്വലി എന്നുള്ളതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി റിട്ടേൺ ഡോക്യുമെൻ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ റിട്ടേൺ ഡോക്യുമെൻ്റ് ആണേത്? ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, മേറ്റ്സ് റെസിപ്റ്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് റിസൾട്ടാണ് പാർട്ട്ണർഷിപ്പ്. ആ എഗ്രിമെൻറ്റ് എങ്ങനെയാവാം? ഓറൽ ഓർ റിട്ടേൺ. റിട്ടേൺ എഗ്രിമെൻറ്റിനാണ് എന്തെന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ഡോക്യുമെൻ്റാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ഡോക്യുമെൻ്റാണ്. മേറ്റ്സ് റെസിപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോറിൻ ട്രേഡിൽ വരുന്നതാണ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ വരുന്നതാണ് മേറ്റ്സ് റെസിപ്റ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും ഇതിനെ പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ഷോൺ ഇൻ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു കറൻറ്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ബാലൻസ് എഴുതും. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, തൊട്ട് മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ, വേറൊരു രീതിയിൽ 2024 ചോദിച്ചെന്ന് മാത്രം. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു കറൻറ്റ് അക്കൗണ്ട്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എവിടെ എഴുതും? അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് അത് കറൻറ്റ് അക്കൗണ്ടിൽ എഴുതും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിസൾട്ട് ഓഫ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ റിസൾട്ടാണ്? ഓഫ് ആൻ എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A partnership firm incurs a loss of rupees 250 during the year 22-23. Which of the following admissible to partners at the end of the accounting year? അതായത് നഷ്ടമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് അവർക്ക് അലൗ ചെയ്യുന്നത്? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്, മുൻപൊരു വർഷത്തിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, അതാണ് ആൻസർ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ കമ്മീഷനോ സാലറി ഒന്നും കൊടുക്കില്ല. അത് ഏത് മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതും ഒരു വർഷം നമുക്ക് കണ്ടതാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? ഈക്വലി 1:1 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു. പാർട്ട്നേഴ്സ് കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റഡ് ആണെങ്കിൽ എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഏത് അക്കൗണ്ടിനെ? റിവാല്യുവേഷൻ അക്കൗണ്ടിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ്, ഡെത്തിലൊക്കെ നമുക്ക് വേണ്ടത്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണത്. റിവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ? പാർട്ട്നേഴ്സ് ലോണിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ്. ഡീഡിലൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗ ചെയ്യില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നേരത്തെ നമ്മൾ കണ്ടു പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 6% കൊടുക്കണം എന്ന് കണ്ടു. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് അലൗഡ് ഓൺലി ഇഫ് ദി ഫേം ഹാസ് പ്രോഫിറ്റ്. തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗ ചെയ്യണം. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലല്ല ഇത് കാണിക്കുന്നത്, പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ആൻസർ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഡിസ്ട്രിബ്യൂട്ട് പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ഓർ ലോസ് എക്സെട്ര ഈസ്. പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ്, ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണിത്. നമുക്ക് തന്നിരിക്കുന്ന ആൻസറുകൾ നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള വാക്ക് കാണും, നിങ്ങൾ ഓർത്തോളാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻഡ് സെപ്പറേറ്റ്ലി. അതായത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് എവിടെയാണ്? അണ്ടർ ഡാഷ് മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്ത് ചെയ്യില്ല? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരയ്ക്കില്ല, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരയ്ക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അവിടെ പ്രിപ്പയർ ചെയ്യും. താങ്ക് യു. കഴിഞ്ഞു, പക്ഷെ അവസാനിപ്പിച്ചല്ലേ. താങ്ക് യു പറഞ്ഞു, പിന്നെ അത് കട്ട് ചെയ്യാൻ പറ്റില്ലേ? കട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പുല്ലൊക്കെ